നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC 2023 നടത്തിയ LGS നിലവാരത്തിലുള്ള ഒരു ചോദ്യപേപ്പറാണ് സെക്യൂരിറ്റി ഗാർഡ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം: സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഏതാണ്? 7.5 മീറ്റർ ടു 75 മീറ്റർ ഇടനാടാണ്. ഇടനാട്. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? SCERT ഫാക്റ്റ് ആണ്. ഉപദ്വീപ്. ഈ ആദ്യത്തെ ക്വസ്റ്റിനും SCERT ഫാക്റ്റ് ആയിരുന്നു. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഉപദ്വീപ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. വരയാട് തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ്. വരയാട് ഇരവികുളം നാഷണൽ പാർക്കിൽ ഇവയെ സംരക്ഷിക്കുന്നുണ്ട്. പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണ്? പെരിയാർ നദിക്ക് കുറുകെയാണ് മാർത്താണ്ഡവർമ്മ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല? ആലപ്പുഴ ജില്ല. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴ ജില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തിത്തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തിത്തുണി വ്യവസായം. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരം ആണ്. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല ഏതാ? തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് ഝാറിയയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഝാറിയ, ജാർഖണ്ഡ്. ഹരിത മിത്ര പുരസ്കാരം ഏതിനത്തിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഹരിത മിത്ര. പച്ചക്കറി കർഷകൻ. പച്ചക്കറി കർഷകൻ. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ LDC LGS സെക്രട്ടേറിയറ്റ് OA ക്ലാസുകൾ നടന്നു വരികയാണ്. LDC 4ാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഫെബ്രുവരി മാസം 4-ാം തീയതി ക്ലോസ് ആകാൻ പോവുക. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതാനും സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ, ഇതുവരെയായിട്ടും എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒട്ടും മടിച്ചു നിൽക്കരുത്. ഓരോ നിമിഷവും നിങ്ങളുടേതാണ്. നിങ്ങൾ പാഴാക്കി കളയുന്ന സമയം നിങ്ങളുടെ ഓരോ നിമിഷവും വിലപ്പെട്ട സമയമാണെന്ന് തിരിച്ചറിഞ്ഞ് എത്രയും വേഗം തന്നെ പഠനം ആരംഭിച്ചോളാം. തീവ്രമായ പഠനം ആരംഭിച്ചോളാം. അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും അതിനകത്ത് അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത്. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട SCERT ചാപ്റ്ററും കൂടി കവർ ചെയ്തിട്ടാണ് പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ട് ഉണ്ട്. ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോട്ട് GK ഉണ്ട്. അതുപോലെ കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സും ഉണ്ട്. ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സും ഉണ്ട്. SCERT മലയാളം, ഇംഗ്ലീഷ് ഉൾപ്പെടെ എല്ലാം ആണ് ഞാൻ കവർ ചെയ്ത് തരുന്നത്. അതുപോലെ വീക്ക്ലി ടൈം ടേബിൾ ഉണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും ക്ലാസ്. ശനിയും ഞായറും അതിന്റെ റിവിഷൻ, ഞായറാഴ്ച എക്സാമും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരുപാട് എക്സാംസ് എഴുതിയ ആ ഒരു എക്സ്പീരിയൻസിലായിരിക്കും നിങ്ങൾ PSC നടത്തുന്ന എക്സാമിനെ എന്ത് ചെയ്യാൻ പോകുന്നത്? അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പേടി മാറാൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം എക്സാംസ് നിങ്ങളെ കൊണ്ട് എഴുതിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കി കളയരുത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ ഹർഷിതം എജ്യൂടെക് എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ആപ്പ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏതാണ്? ജോഗ് ഫാൾസ് വെള്ളച്ചാട്ടമാണ്. ജോഗ് ഫാൾസ് ആണ്, അല്ലെങ്കിൽ ജെർസോപ്പ വെള്ളച്ചാട്ടം കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. ഏത് നദി? ശരാവതി നദി. അടുത്ത ചോദ്യം: കേരളത്തിന്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് മൂന്നാർ. കേരളത്തിന്റെ കാശ്മീർ മൂന്നാർ. ഇന്ത്യയുടെ തദ്ദേശീയമായ COVID-19 വാക്സിൻ ഏത്? ഇന്ത്യയുടെ തദ്ദേശീയമായ COVID-19 വാക്സിൻ ആണ് കോവാക്സിൻ. കോവാക്സിൻ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? 1940 നിലവിൽ വന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പെരിയാറിന്റെ പോഷക നദി കൈവഴിയായ മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ്. പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ്. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? പോത്തുകൽ പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ്
ഉത്തര മഹാസമതലം. നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് ആണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഷോളയാർ അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഷോളയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്, നിർമ്മിച്ചിരിക്കുന്നത് ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകം വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകമാണ്. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? കോഴിക്കോടാണ്. കോഴിക്കോട്. ആദ്യമായിട്ട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല കോഴിക്കോട്. ദണ്ഡി കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത്. ഗുജറാത്തിലാണ് ദണ്ഡി കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് എന്നോർക്കുക. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചതാര്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനാണ്. കേളപ്പൻ. സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നവ ഇവിടെ തന്നിരിക്കുന്നതില് പോലീസാണ് സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നത്. രവികുമാർ ദഹിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പോർട്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രവികുമാർ ദഹിയ. ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ടത്? ഉത്തരവാദിത്ത ഭരണ സംവിധാനമാണ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ. ഗാന്ധിജി ദണ്ഡി യാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭമാണ് സിവിൽ ആജ്ഞാലംഘനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ് ദണ്ഡി യാത്രയോടുകൂടി ഗാന്ധിജി ആരംഭിച്ചത്. അടുത്ത ചോദ്യം, കോട്ടയത്തെ രാജാവായിരുന്നു പഴശ്ശിരാജ. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിലായിരുന്നു മലബാർ ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിൽ. വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്നും പങ്കെടുത്തവരിൽ പ്രധാനി പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കർ. സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ ജന്മസ്ഥലമാണ്? അയ്യ വൈകുണ്ഠസ്വാമിയുടെ ജന്മസ്ഥലമാണ് സ്വാമിത്തോപ്പ്. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം 4A. മൗലിക കർത്തവ്യങ്ങൾ. മൗലിക അവകാശങ്ങളോ 3. ബേലൂർ മഠമാണ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന ഏതാ? രാമകൃഷ്ണ മിഷനാണ്. രാമകൃഷ്ണ മിഷൻ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. നിലവിൽ മുഹമ്മദ് റിയാസ്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത് CP രാമസ്വാമി അയ്യരാണ്. CP രാമസ്വാമി അയ്യർ. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആരാണ്? ആര്യ പള്ളമാണ്. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വനിത ആര്യ പള്ളം. സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. സ്പീക്കർ എന്ത് ചെയ്യുന്നത്? രാജി സമർപ്പിക്കുന്നത്. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണുന്ന സംസ്ഥാനം ഏത്? മധ്യപ്രദേശിലാണ് വജ്രം ധാരാളമായി കാണപ്പെടുന്നത്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെ? മുംബൈ ആണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് എന്താണ്? ക്രെഡിറ്റ് കാർഡാണ് പ്ലാസ്റ്റിക് മണി എന്ന് അറിയപ്പെടുന്നത്. ലോക ബാങ്കിന്റെ മറ്റൊരു പേരാണ് IBRD. താഴെ തന്നിട്ടുള്ള 2 പ്രസ്താവനകളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്ത്? ഏതൊക്കെയാണ് ശരി അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അപ്പോൾ യോജിച്ച പ്രസ്താവനകൾ യോജിച്ച ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ പ്രസ്താവന, സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയുടെ ദാരിദ്ര്യരേഖയെക്കുറിച്ച് ആദ്യ വിശകലനം നടത്തിയത് ദാദാഭായ് നവറോജി ആയിരുന്നു. ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? പ്രധാനമന്ത്രി. ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവം ഗ്രീൻ റെവല്യൂഷന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ.
കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് ഏത്? വെള്ളനാട് പഞ്ചായത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത്. ശരിയായ ജോഡി ഏത്? ഇവിടെ തന്നിരിക്കുന്നത് വള്ളത്തോൾ പുരസ്കാരം, ഓടക്കുടൽ പുരസ്കാരം, പിന്നെ വള്ളത്തോൾ പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം. അപ്പൊ ഇതില് ശരിയായ ജോഡി സി, വള്ളത്തോൾ പുരസ്കാരം തന്നെയാണ്. മലയാള സാഹിത്യത്തിന് സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്നതാണ് വള്ളത്തോൾ പുരസ്കാരം. മികച്ച കൃതിക്കല്ല. ഓടക്കുടൽ മികച്ച കവിതയ്ക്ക് എന്നാണ് തന്നിരിക്കുന്നത്, അല്ല. പത്മപ്രഭ മലയാള സാഹിത്യത്തിൽ സമഗ്ര സംഭാവനയ്ക്ക് എന്നാണ് തന്നിരിക്കുന്നത്, അല്ല. വള്ളത്തോൾ മലയാള സാഹിത്യത്തിൽ സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുന്നതാണ്. അതാണ് ശരിയായിട്ടുള്ള ജോഡി. ഹിപ്പോപ്പൊട്ടാമസ് ചുവന്ന വിയർപ്പുള്ള ജീവി എന്നാണ് അറിയപ്പെടുന്നത്. തൊലിപ്പുറത്ത് കാണപ്പെടുന്ന ചുവന്ന തുള്ളികൾ എന്താണ്? ചുവന്ന തുള്ളികൾ ശരിക്കും സ്രവമാണ്, സ്രവം. ഓക്കെ. പക്ഷിപ്പാട്ട്, കപ്പപ്പാട്ട് എന്നിവ ഏത് സംഗീത വിഭാഗത്തിൽ പെടുന്നു? പക്ഷിപ്പാട്ട്, കപ്പപ്പാട്ട് എന്നിവ മാപ്പിളപ്പാട്ടുകളിലാണ് ഉൾപ്പെടുന്നത്. മാപ്പിളപ്പാട്ടുകളാണ്. ഇവിടെ വിവിധ കളികളുമായി ബന്ധപ്പെട്ട ട്രോഫികളാണ് തന്നിരിക്കുന്നത്. നെഹ്റു ഗോൾഡ് കപ്പ്, വേൾഡ് കപ്പ്, ആഘാ ഖാൻ കപ്പ്, ഡേവിഡ് കപ്പ്. അപ്പൊ ഇതിൽ തെറ്റായ ജോഡി ഡേവിസ് കപ്പാണ്. ഡേവിസ് കപ്പ് ടെന്നീസുമായി ബന്ധപ്പെട്ടാണ്. ഡേവിസ് കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊടുക്കുന്നത്? ടെന്നീസുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അതാണ് തെറ്റിപ്പോയത്. ഈയിടെ അന്തരിച്ച അകിത മിയാവാക്കി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അകിത മിയാവാക്കി. മെയ് 2021 കേരളം, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശത്ത് നാശം വിതച്ച അതിതീവ്ര ചുഴലിക്കാറ്റിന്റെ പേരെന്ത്? മെയ് 2021 ടൗട്ടയാണ്. ടൗട്ടെ ചുഴലിക്കാറ്റ്. OTTയുടെ പൂർണ്ണ രൂപം എന്ത്? ഓവർ ദി ടോപ്പ്. OTT പ്ലാറ്റ്ഫോം ഓവർ ദി ടോപ്പ് എന്നതാണ് OTTയുടെ പൂർണ്ണ രൂപം. കേരളത്തിന് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഒളിമ്പിക് മെഡൽ ജേതാവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്? 49 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിന് ഒരു ഒളിമ്പിക് മെഡൽ ജേതാവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. അടുത്ത ചോദ്യം, ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏത്? ചെറുകുടലിൽ വെച്ചിട്ടാണ് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത്. കാഴ്ചയുമായി ബന്ധപ്പെട്ട ജീവകം ഏതാ? ജീവകം എ ആണ്. കാഴ്ചയുമായി ബന്ധപ്പെട്ട ജീവകം. സങ്കര ഇനത്തിൽപ്പെട്ട നെല്ലിനം ഏതാണ്? പവിത്രയാണ് സങ്കര ഇനത്തിൽപ്പെട്ട നെല്ല്. ഓർക്കുക. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവിയാണ് ആനയാണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം, പ്രോഡക്റ്റ് എന്താണ്? ഗ്ലൂക്കോസ് ആണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഏത്? ഗ്ലൂക്കോസ്. കേരളത്തിൽ ആദ്യം നിപ്പ റിപ്പോർട്ട് ചെയ്ത ജില്ല, നേരത്തെയും ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, കോഴിക്കോട് ജില്ല. അത് ചോദ്യം, താഴെ പറയുന്നവയിൽ കോവിഡ് വാക്സിൻ ഏത്? ജോൺസൺ ആൻഡ് ജോൺസൺ. അറ്റോമിക നമ്പർ 13 മാസ് നമ്പർ 22 ഒരു ആറ്റത്തിൽ എത്ര ന്യൂട്രോണുകൾ ആണുള്ളത്? അപ്പോൾ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താൽ മതി. 22 - 13 9 ആണ് ആൻസർ. 9. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സംക്രമണ മൂലകം അല്ലാത്തത് ഏത്? ട്രാൻസിഷൻ എലമെന്റ് അല്ലാത്തത് ഏതാണ്? കാൽസ്യമാണ്. സിങ്ക്, കോപ്പർ, കൊബാൾട്ട് എന്നിവ സംക്രമണ മൂലകങ്ങളാണ്. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരം ഏത്? കാന്തം നിർമ്മിക്കാൻ അൽനിക്കോ ആണ് ഉപയോഗിക്കുന്നത്. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് മൈക്രോഫോൺ ആണ്. ബാക്കി 3 ഇലക്ട്രിക്കൽ എനർജിയുടെ കൺവേർഷൻ ആണ് നടക്കുന്നത്. മൈക്രോഫോണില് സൗണ്ട് എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നത്. ഇലക്ട്രിക് മോട്ടോറിലെ ഇലക്ട്രിക് എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കുന്നു. ഇലക്ട്രിക് ഫാനിലും ഇലക്ട്രിക് എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കുന്നു. ലൗഡ് സ്പീക്കറിൽ ഇലക്ട്രിക് എനർജി എന്താക്കുന്നു? സൗണ്ട് എനർജിയാണ് ആക്കുന്നത്. അടുത്ത ചോദ്യം, കാറ്റിനേഷൻ എന്ന പദം ഏത് മൂലകത്തിന്റെ പ്രത്യേക സ്വഭാവമാണ്? കാർബൺ. നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനം 5 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സാറ്റലൈറ്റ് ഏത്? ആസ്ട്രോസാറ്റ്. നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനം. 2020 ഭൗതികശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്ത വിഷയം ഏത്? 2020 ഭൗതികശാസ്ത്രത്തിൽ തമോഗർത്തം. ഓർക്കുക. ലോകാരോഗ്യ സംഘടന വസൂരി രോഗം നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചത് എന്ന്? വസൂരി രോഗ നിർമ്മാർജ്ജനം 1980 മെയ് 8. കൊഴുപ്പിൽ ലയിക്കാത്ത ജീവകം ഏത്? സി ആണ്. ബിയും സിയും ജലത്തിൽ ലയിക്കുന്നവ. കൊഴുപ്പിൽ ലയിക്കുന്നവ ADEK ആണ്. ADEK എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. കൊഴുപ്പിൽ ലയിക്കാത്തത് ജീവകം സി. വൈറസ് മൂലം പകരുന്ന സാംക്രമിക രോഗം ഏത്? വൈറസ് മൂലം പകരുന്നത് ഇൻഫ്ലുവൻസ വൈറസ്. കുരങ്ങുപനിയായി അറിയപ്പെടുന്നത് കൈസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് ആണ്. കുരങ്ങുപനിയായിട്ട് അറിയപ്പെടുന്നത് കൈസന്നൂർ ഫോറസ്റ്റ് ഡിസീസ്. ലോക കൈകഴുകൽ ദിനം എന്നാണ്?
ഒക്ടോബർ 15. ഒക്ടോബർ 15 ലോക കൈകഴുകൽ ദിനം. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പൂനെ. പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. DPT അഥവാ ട്രിപ്പിൾ ആന്റിജൻ ഏതെല്ലാം രോഗങ്ങൾക്കുള്ള വാക്സിൻ ആണ്? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. അപ്പൊ ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആണ് വില്ലൻ ചുമ, ടെറ്റനസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം, ഇവിടെ ജീവിതശൈലി രോഗം എ ആണ് അർബുദം, പ്രമേഹം, പക്ഷാഘാതം. അർബുദം, പ്രമേഹം, പക്ഷാഘാതം. കേരള സർക്കാരിന്റെ അവയവദാന പരിപാടിയാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യമാണ്. അമൃതം ആരോഗ്യം. ഇപ്പോഴത്തെ കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീമതി വീണ ജോർജ്. ആരോഗ്യ വകുപ്പ് മന്ത്രി എപ്പോഴും ചോദിക്കാറുണ്ട്. വനിതാ ശിശുവികസന വകുപ്പും കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ്. ജില്ല ചോദിച്ചാൽ തൃശൂർ ജില്ല. അടുത്തത് TPRന്റെ പൂർണ്ണരൂപം എന്ത്? ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. TPR ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. 2021 ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശം. ലോകാരോഗ്യ ദിനം ഏപ്രിൽ മാസം 7. ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു 2021? ബിൽഡിംഗ് എ ഫെയറർ ഹെൽത്തിയർ വേൾഡ് എന്നതായിരുന്നു 2021 ലോകാരോഗ്യ ദിന സന്ദേശം. 2023 എന്തുവായിരുന്നു? ഹെൽത്ത് ഫോർ ഓൾ. ഹെൽത്ത് ഫോർ ഓൾ എന്നതായിരുന്നു 2023 വേൾഡ് ഹെൽത്ത് ഡേ തീം. വേൾഡ് ഹെൽത്ത് ഡേ തീം. വേൾഡ് ഹെൽത്ത് ഡേ എന്നാണ് ഏപ്രിൽ മാസം 7. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 80 GK സയൻസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ LGS നിലവാരത്തിലുള്ള PSC നടത്തിയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാ പരീക്ഷകളുടെയും ചോദ്യപേപ്പർ നിങ്ങൾ നോക്കിയിട്ട് പോവുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ LDC LGS സെക്രട്ടേറിയറ്റ് OA ക്ലാസ്സുകൾ നടന്നു വരികയാണ്. LDC 4ാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഫെബ്രുവരി മാസം 4-ാം തീയതി ക്ലോസ് ആകും. അപ്പൊ അതിനു മുന്നേ അഡ്മിഷൻ എടുക്കാത്തവരെ എത്രയും വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. ഓരോ സമയം, എപ്പോഴും പറയുന്ന പോലെ ഓരോ സമയം ഓരോ നിമിഷവും നിങ്ങളുടേതാണ്, വിലപ്പെട്ടതാണ്. അത് പാഴാക്കി കളയരുത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.